മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. എല്ലാവർക്കും സോറിയാസിസിന്റെ ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് സോറിയാസിസിന് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് എന്താണ് സോറിയാസിസ്, അത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതായി. ഇനി അടുത്ത എപ്പിസോഡ്, മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ സോറിയാസിസിന് കൂടെ വരുന്ന വേറെ പല രോഗങ്ങളും ഉണ്ട്. അവയെ പറ്റി നമ്മൾ മനസ്സിലാക്കാൻ നോക്കും. കൂടാതെ സോറിയാസിസ് കാരണം വരുന്ന വേറെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് വരും. നാലാമത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എങ്ങനെയാണ് സോറിയാസിസ് ട്രീറ്റ്മെന്റിൽ ഒരു വലിയ പങ്ക് വഹിക്കുക എന്നുള്ളത്. ഇവിടെ നമ്മളുടെ കൂടെ ഡോക്ടർ ജോളി തോംസൺ ആണ് ഉള്ളത്. പല വർഷങ്ങളായിട്ട് ജീവിതശൈലി രോഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ സോറിയാസിസ് ഒരു ജീവിതശൈലി രോഗമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയാണ് നമ്മളുടെ കൂടെ ഈ വിഷയത്തെ പറ്റി കാര്യങ്ങൾ പങ്കുചേരുന്നത്. ആദ്യത്തെ ചോദ്യം ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, സോറിയാസിസിന് ഇപ്പം നിലവിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് അവൈലബിൾ? സോറിയാസിസിന് നമ്മൾ മോഡേൺ മെഡിസിനിൽ, എനിക്ക് മോഡേൺ മെഡിസിനെ കുറിച്ചാണ് അറിയാവുന്നത്. അപ്പം മോഡേൺ മെഡിസിനിലാണ് നമ്മൾ ചെറിയ നിലയിലുണ്ടെങ്കിൽ നമ്മൾ ടോപ്പിക്കൽ ആപ്ലിക്കൻസ് എന്ന് പറയും. അതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. അതിന് കൂടുതലുണ്ട് നെക്സ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെന്റ് ആയിട്ട് സ്റ്റിറോയിഡ്സ് ആണ് ഉപയോഗിക്കാറുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ്, അതായത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ ടോപ്പിക്കിൽ. പിന്നെ കുറച്ചുകൂടെ കൂടിയ ആന്റി മെറ്റബോളൈറ്റ് ഗ്രൂപ്പ് സ്റ്റിറോയിഡ്സ് ഒക്കെ വരും. അതിൽ വരുന്ന നമ്മൾ ഏറ്റവും ഇവിടെ ഞാൻ കൂടുതലായിട്ട് കാണുന്നത് മെത്തോട്രെക്സേറ്റ് എന്നുള്ള ഒരു മരുന്നാണ് കാണുന്നത്, ഒരെണ്ണം. പിന്നെ അതുപോലെ പല ഇമ്മ്യൂണോ സപ്രസൻസ് ഉണ്ട്. സ്റ്റിറോയിഡ്സ് പോലെ ഒരു ഡിസീസ് ഇമ്മ്യൂൺ മോഡുലേറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള പലതരം മരുന്നുകളും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഏറ്റവും ഇതിലൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നതാണ് ബയോളജിക്കൽസ് യൂസ് ചെയ്യുന്നത്. അത് നമ്മളുടെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മരുന്നുകളാണ്. അതിൽ മോണോക്ലോണൽ ആന്റിബോഡീസ് എന്ന് പറയും. അതായത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മോഡുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം. അത് ഈ മരുന്നുകളെല്ലാം തന്നെ ക്യാൻസറിന് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് ലെവൽ ഓഫ് മെഡിസിൻസ് ഞാൻ പറഞ്ഞാൽ ടോപ്പിക്കലായിട്ട് ഇടുന്ന അതുണ്ട്, പിന്നെ സ്റ്റിറോയിഡ്സ് ഉണ്ട്. നെക്സ്റ്റ് ആന്റി മെറ്റബോളൈറ്റ്, അതും ക്യാൻസർ മെഡിസിൻ ആയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെത്തോട്രെക്സേറ്റ് ഒക്കെ ആന്റി ക്യാൻസർ മെഡിസിൻ പെട്ടതാണ്. നെക്സ്റ്റ് വരുന്ന ബയോളജിക്കൽസ് എന്ന് പറയുന്നതും കൂടുതലും നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി, ക്യാൻസർ ഇമ്മ്യൂണോതെറാപ്പി, ക്യാൻസർ ടാർഗറ്റഡ് തെറാപ്പി എന്നൊക്കെ പറയുന്നതിന് യൂസ് ചെയ്യുന്ന ആ ഗ്രൂപ്പിലുള്ള മരുന്നുകൾ തന്നെയാണ് സോറിയാസിസിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തേർഡ് ലെവലാണ്. അപ്പോൾ ഈ ലെവൽ ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ സൈഡ് ഇഫക്ട്സും ടോക്സിസിറ്റി, അതായത് മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റും ടോക്സിസിറ്റി അനുസരിച്ചാണ്. അപ്പം ഈ മറ്റേ പ്രൈമറി ലെവലിൽ പറ്റാത്തവർക്കാണ് അടുത്ത ലെവലിലേക്ക് പോകുന്നത്. ഒരു കാരണവശാലും നമ്മൾ ഇപ്പം ഞാൻ പലപ്പോഴും പേഷ്യൻസിന് കാണാറുണ്ട്, ഈവൻ കുറച്ച് കൂടുതലായിട്ട് ആദ്യം വരുമ്പോൾ തന്നെ ബയോളജിക്കൽസിലേക്കൊക്കെ പോകുന്നത്. ബിക്കോസ് ബയോളജിക്കൽസ് വെരി എക്സ്പെൻസീവ് മെഡിസിൻ ആണ്. അപ്പം ഇൻഷുറൻസ് ഉള്ളവർക്കും അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഒക്കെ ആയിട്ടുള്ളവരും ഒക്കെ പലരും ആ ഒരു ചിന്തയിൽ മോർ എക്സ്പെൻസീവ് ആയിട്ടുള്ള എടുത്താൽ മോർ സേഫ് ആണെന്നുള്ളത് ഒരു ചിന്തയിൽ പോകുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ ബയോളജിക്കൽസിന്റെ ഒന്നും സൈഡ് ഇഫക്ട്സും അത് എങ്ങനെ നമ്മുടെ ബോഡിയിൽ ബിഹേവ് ചെയ്യുന്ന പോലും പലതിനെ കുറിച്ചും ഒട്ടും, പ്രത്യേകിച്ച് ന്യൂർ വൺസ് വരുമ്പോൾ പോലെ എവറി മന്ത് ഓർ 2 എന്നുള്ളത് പോലെ 1 or 2 മെഡിസിൻസ് ഇങ്ങനെ ഇപ്പം എല്ലാം ട്രെൻഡ് ബയോളജിക്കൽസിലാണ്. അതായത് ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, അതിലാണ് ഏത് അസുഖത്തിൻ്റെ ആണെങ്കിലും വരുന്നത്. പ്രത്യേകിച്ച് ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിനും ക്യാൻസറിനുള്ള മെഡിസിൻസ്. അപ്പോൾ അതുകൊണ്ട് അത് സേഫ് ആണെന്ന് കരുതരുത്, എല്ലാം കോസ്റ്റ്ലി ആണെന്ന് കരുതി സേഫ് ആണെന്ന് കരുതരുത്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മളെപ്പോഴും ലോവർ ലെവലിൽ നിന്ന് തന്നെ ഏറ്റവും പ്രൈമറി ചെയ്യേണ്ടത് ശരിക്കും ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. ശരിക്കും പേഷ്യൻറ്റ് കറക്റ്റായിട്ട് നോക്കി നല്ല അതിൻ്റെ വേണ്ട സപ്പോർട്ട് കിട്ടി, ക്ലിനിക്കൽ സപ്പോർട്ടോടെ, അതായത് സ്വയം പറ്റുന്നില്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ക്ലിനിക്കൽ സപ്പോർട്ടോടെ ലൈഫ് സ്റ്റൈൽ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ മരുന്ന് ബേസ് മെഡിസിൻസ് എപ്പോഴേലും ഒരു ചെറുതായിട്ട് എന്തെങ്കിലും വരുമ്പോൾ തന്നെ ആ ബേസ് ടോപ്പിക്കൽ ആപ്ലിക്കൻസ് വെച്ചോ വെരി ലോ ഡോസ് സ്റ്റിറോയിഡ്സ് വെച്ച് അപ്പോഴത്തെ ആ ഫ്ലെയറപ്പ് മാനേജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഈ സെക്കൻഡ് ഓർ തേർഡ് ലെവലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതാണ് പ്രൊവൈഡഡ് രോഗിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കി അത് മനസ്സിലാക്കി കൊടുത്ത് അത് ഫോളോ ചെയ്യാനുള്ള താല്പര്യവും കൂടെ പേഷ്യന്റിനുണ്ടെങ്കിൽ അത് പോസിബിൾ ആണെന്നുള്ളതാണ്. സാധാരണ പേഷ്യൻസിന്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രോങ് മെഡിസിൻ ആണെങ്കിൽ വേഗം തന്നെ ഒരു റിസൾട്ട് കിട്ടും, അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റിലീഫ് കിട്ടും എന്നാണെങ്കിലും പലപ്പോഴും അവർ തന്നെ മനസ്സിലാക്കുന്നു പക്ഷേ അത് ഒരു ശാശ്വതമായിട്ടുള്ള റിലീഫല്ല, പിന്നെയും ഈ മരുന്ന് തന്നെ, സ്ട്രോങ് മരുന്ന് തന്നെ കഴിക്കണം. അപ്പോൾ ഇപ്പോൾ ചിലപ്പോഴൊക്കെ പറഞ്ഞു കേൾക്കും, ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം പിടിച്ചു നിർത്തിയ പോലെ അത് നിൽക്കും, പക്ഷേ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് പൊതുവെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രോങ് മെഡിസിൻ എന്ന് പറയുന്നത്
എന്തെങ്കിലും രീതിയിൽ നമ്മളുടെ ശരീരത്തിനെ മൊത്തത്തിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെയാണ്. അപ്പം അതിനെപ്പറ്റി ശരിക്കും പേഷ്യൻസിന് ചിലർക്ക് ഒരു വറിയുണ്ട്. അത് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഏത് മരുന്നാണേലും അതിന് സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും. അപ്പം നമ്മൾ അതിനാണ് ഈ സോറിയാസിസിന്റെ ട്രീറ്റ്മെന്റിൽ സ്റ്റെപ്പ് അപ്പ് ട്രീറ്റ്മെന്റ് എന്നുള്ള നിലയിൽ വരുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ ഒരു ഇത് പറയാൻ മറന്നുപോയി. ഇത് കഴിഞ്ഞ ഫോട്ടോതെറാപ്പി എന്നുള്ള ഒരു ആസ്പെക്റ്റും കൂടെ സോറിയാസിസിന് ഉപയോഗിക്കാറുണ്ട്. അതായത് പൂവ തെറാപ്പി എന്നൊക്കെ പറയുന്നത്. അത് സാധാരണ മെയിൻലി ഉപയോഗിക്കുന്നത് വിറ്റിലിഗോയ്ക്ക് വേണ്ടിയിട്ട്, അതായത് വെള്ളപ്പാണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ സെയിം ട്രീറ്റ്മെന്റ് തന്നെ സോറിയാസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. സൊറാലിൻ എന്നൊക്കെ ഉള്ള ഒരു മരുന്ന് കഴിച്ചിട്ട് സൂര്യപ്രകാശത്തിലിരിക്കുകയോ അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റേസ് കൊള്ളുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട്. അപ്പൊ ഏത് സ്ട്രോങ് മെഡിസിൻസ് എടുത്താൽ, ഈവൻ സ്റ്റിറോയിഡ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈൽഡർ ഫോമിനൊക്കെയാണ് ഇമ്മീഡിയറ്റ് തന്നെ നല്ലൊരു ആശ്വാസം കിട്ടും. പക്ഷെ നമ്മുടെ ഈ നമ്മുടെ പ്രോബ്ലം സ്റ്റിറോയിഡിന്റെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ മെതോട്രക്സറ്റിന്റെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ ബയോളജിക്കൽസിന്റെ കുറവുകൊണ്ടോ അല്ല നമുക്ക് രോഗം വന്നിരിക്കുന്നത്. രോഗം വന്നിരിക്കുന്നത് നമ്മളുടെ ബോഡിയുടെ ജെനറ്റിക്സും നമ്മളുടെ ജീവിതശൈലിയായിട്ട് ചേരാതെ വന്നിരിക്കുന്നുണ്ടാണ്. അപ്പൊ ജെനറ്റിക്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ, നമുക്ക് മാറ്റാൻ പറ്റില്ല. ജെനറ്റിക്സ് നമ്മുടെ DNA ഉള്ളതാണ്, അത് നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ DNA ഉണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എപ്പിജെനറ്റിക് ഫാക്ടേഴ്സ് വരണം. അതായത് അതിന്റെ ഒരു എക്സ്പ്രഷൻ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്, ഈ അസുഖത്തിലേക്ക് വരുത്തുന്നത് ഈ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഈ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്, നമ്മളുടെ ഫുഡ്, എക്സസൈസ്, നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി, ടോക്സിൻ ലെവൽ ഒക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒത്തിരി ടോക്സിക് സ്ട്രോങ് മെഡിസിനിലേക്ക് പോയി നമുക്ക് സിംറ്റംസ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് എടുക്കാം. ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഇപ്പം സ്കെയിലിങ്ങും പെയിനും ചൊറിച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മോഡറേറ്റ് ആയിട്ടുള്ള സ്ട്രോങ് മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി സ്റ്റിറോയിഡ്സ് ഒക്കെ പോലെയുള്ളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മിക്കവാറും അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓർ ഇത്തിരി കൂടെ സ്ട്രോങ്ങർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പോയി എടുക്കുക. പക്ഷെ ആ സിംറ്റംസ് ഒന്ന് സപ്രസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ റൂട്ട് കോസിലേക്ക് നമ്മൾ മാറണം. റൂട്ട് കോസ് നമ്മുടെ ജീവിതശൈലിയാണ്. എപ്പിജെനറ്റിക് ഫാക്ടേഴ്സ് കറക്റ്റ് ചെയ്യുക. അവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ ജെനറ്റിക്, ഇപ്പം അമ്മയ്ക്ക് സോറിയാസിസ് ഉണ്ട്, അച്ഛന് സോറിയാസിസ് ഉണ്ട്, മകനോ മകൾക്കോ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആ കാര്യങ്ങൾ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം. ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ അമ്മയ്ക്കും അച്ഛനും ഒക്കെ 30, 60, 70 വയസ്സ് വന്നപ്പോഴായിരിക്കും, അല്ലെങ്കിൽ 40, 50 വയസ്സിൽ വന്നതാണ് ഇപ്പം അങ്ങനത്തെ കുട്ടികൾക്ക് തന്നെ വരുന്നത്. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫുഡിലൊക്കെ ഉള്ള ടോക്സിൻ ലെവൽ കൂടുതലാണ്. പലരും ഒബീസ് ആയിരിക്കും. അപ്പോൾ ഒബേസിറ്റി വന്നിട്ടുണ്ടെങ്കിൽ, അച്ഛനും അമ്മയ്ക്കും സോറിയാസിസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വളരെ കുറച്ചുകൂടി ചെറുപ്പത്തിലേ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം രണ്ടുപേരുടെയും ജെനറ്റിക് ഘടകം ഒന്നാണ്. പക്ഷേ എക്സ്പ്രഷൻ വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടാന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അപ്പൊ ഈ സോറിയാസിസിന് ഈ ചർമ്മത്തേല് പുരട്ടുന്ന ക്രീംസും അല്ലെങ്കിൽ അങ്ങനെ കുറെ മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, അതിനെന്താ റോള്? സ്കിന്നിലാണല്ലോ വരുന്നത്. അപ്പം നമുക്ക് എപ്പോഴും ചർമ്മത്തിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു റിലീഫ് കിട്ടാനായിട്ട് ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് വരും. കാരണം നമ്മൾ എന്ത് മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും അത് നമ്മളുടെ ഇൻഡസ്റ്റൈനിൽ കൂടെ അബ്സോർബ് ചെയ്ത് അത് ലിവറിൽ ചെന്ന്, അപ്പം ലിവറിൽ ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് മെറ്റബോളിസം എന്ന് പറയുന്നതിന് അതിന് ഒരു 90% 80% അത് ലിവർ അപ്പം തന്നെ റിമൂവ് ചെയ്യും. അപ്പം അത് മാത്രമല്ല, നേരെ എല്ലാ സെല്ലിലേക്കും അത് പോകും. ലിവറിൽ നിന്ന് അത് ഹോൾ ബ്ലഡിലേക്ക് വരും, നേരെ ഹാർട്ടിൽ വരും, എല്ലായിടത്തേക്കും പമ്പ് ചെയ്യും. അപ്പം അതിൻ്റെ സൈഡ് എഫക്റ്റ് മോർ എല്ലാ സിസ്റ്റത്തിലേക്കും പോകും. അത് അതേസമയത്ത് സ്കിന്നിലെ ആകുമ്പം സ്കിന്നിൽ ഇടുന്ന കാര്യങ്ങളാണെങ്കിലും കൂടുതൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇപ്പം മെൻസ്ട്രുവൽസ് പോലും കൂടുതൽ എന്ത് ചെയ്ത് അതിൻ്റെ സൈഡ് എഫക്ട്സ് വരാം. പക്ഷെ എന്നാൽ കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് റിലീഫ് കിട്ടാനും ഒക്കെ സ്കിൻ ആപ്ലിക്കേഷൻസിന് വെരി ഇമ്പോർട്ടൻ്റ് റോളുണ്ട് ഈ സോറിയാസിസിൻ്റെ കാര്യത്തിൽ. അപ്പം ശരിക്കും ഒരു സോറിയാസിസ് ഉള്ള പേഷ്യന്റ് മരുന്ന് പുരട്ടുകയും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈറ്റ് തെറാപ്പി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ്, ആ ആൾക്ക് ശരിക്കും ഈ പറയുന്ന ജീവിതശൈലി ക്രമീകരണ വഴിയുള്ള ട്രീറ്റ്മെന്റ് അത് ആയിട്ട് എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുക, അല്ലെങ്കിൽ എപ്പോഴാണ് അത് ചെയ്യാൻ പറ്റുക? ഇപ്പം പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് എപ്പോഴും മെഡിസിനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം ആയുർവേദ, ഹോമിയോ അങ്ങനെ അവരുടെ കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല ഒരു കമൻറ്റ് പറയാനായിട്ട്. മോഡേൺ മെഡിസിനിൽ എപ്പോഴും അവർ നമ്മൾ ജനറലി, അതായത് ജനറൽ ഇപ്പം സോറിയാസിനെ ട്രീറ്റ് ചെയ്യുന്ന മിക്കവാറും സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സോറിയാസും ആർത്രൈറ്റിസും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു റുമറ്റോളജിസ്റ്റ് ആയിരിക്കും. ഞാൻ യൂഷ്വലി ഈ റുമറ്റോളജിസ്റ്റിൻ്റെ അടുത്തുള്ള ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുള്ള പേഷ്യൻസിനും ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തുള്ളതാണ് മോഡേൺ മെഡിസിനിൽ കാണുന്നത്. പിന്നെ ആയുർവേദവും ഹോമിയോ മറ്റുള്ളതൊക്കെ ട്രൈ ചെയ്ത പേഷ്യൻ ഞാൻ കാണാറുണ്ട്. ബേസിക്കലി അതിന് ഈ ക്ലിനിക്കലി ഈ സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ലിമിറ്റേഷൻ ഉണ്ടാകും അറിയാനായി അത് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ അസുഖം മാറാൻ നിൽക്കുന്നത്.
അപ്പൊ അതിന് ഈവൻ ഏത് ഫുഡാണ് ബോഡിക്ക് പറ്റിയെന്ന് അറിയണമെങ്കിൽ തന്നെ അതിന് വേണ്ട ഒരു സപ്പോർട്ട് കിട്ടിയാലേ പറ്റുള്ളൂ. നമുക്ക് എല്ലാ ഫുഡും ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ വേണ്ട ന്യൂട്രീഷൻ, പ്രത്യേകിച്ച് സ്കിന്നിന് റിപ്പയർ വന്ന് നമുക്കൊരു ഹീലിംഗ് കിട്ടണമെങ്കിൽ ബോഡിക്ക് വേണ്ട ന്യൂട്രീഷൻ എല്ലാം കറക്റ്റായിട്ട് കിട്ടണം. പ്രത്യേകിച്ച് ഇതൊരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി മീഡിയേറ്റർ ആയിട്ടുള്ള omega-3 കൂടുതൽ വേണം, omega-6 കുറയ്ക്കണം. പിന്നെ ഒരു 57 ന്യൂട്രിയൻസ് ഉണ്ട്, ഓക്സിജനും വാട്ടറും അതുപോലും വെരി ഇമ്പോർട്ടൻ്റാണ്. ഓക്സിജൻ നമുക്ക് വെറുതെ കിട്ടില്ല. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ലങ്സിന് കൂടുതൽ ഓക്സിജനെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഓക്സിജനെ അബ്സോർബ് ചെയ്താൽ നമ്മുടെ ബോഡിയിൽ എക്സസ് ഫാറ്റ് ഉണ്ടെങ്കിൽ അതിനെ വെറുതെ കളയാനൊന്നും പറ്റില്ല. അതിനെ ബേൺ ഔട്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റിവിടണം. അപ്പം ഓക്സിജൻ അബ്സോർബ് ചെയ്ത് ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ബേസിക്കലി കാർബണും ഹൈഡ്രജനും ആണ് അതിനകത്ത് ഫാറ്റി ആസിഡ് ഫോമിലുള്ള ഇതാണ് വരുന്നത്. മറ്റേതാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അപ്പോൾ ഈ ഫാറ്റിനെ കളയണമെങ്കിൽ നമ്മൾ മോർ ഓക്സിജൻ ഉള്ളിൽ ചെല്ലണം. എന്നിട്ട് ആ ഫാറ്റിനെയൊക്കെ മാറ്റി കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് വിടണം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിയും അതിനൊപ്പം തന്നെ കറക്റ്റായിട്ട് ന്യൂട്രിഷൻ, ഈ 57 ന്യൂട്രിഷൻ ഉള്ളതിൽ ഓക്സിജനും പിന്നെ ഓക്സിജനും വാട്ടറും കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പിന്നെ ഉണ്ട് 55, 14 വൈറ്റമിൻസ് ഉണ്ട്, 14 മിനറൽസ് ഉണ്ട്. പിന്നെ പ്രോട്ടീനിൽ തന്നെ 20 അമിനോ ആസിഡ്സ് വേണം. അത് എല്ലാ പ്രോട്ടീനും എല്ലാം ഉണ്ടാവില്ല. അതുപോലെ ഫാറ്റി ആസിഡ്സ് 4 ഉണ്ട്. അതിൽ omega-3 omega-6 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇതിൻ്റെ എല്ലാം ഈ ബാലൻസ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ വേണ്ടി വരുന്നത്. അപ്പം അതിന് അത്ര ഒരു എക്സ്പെർട്ടൈസ് ഉള്ള സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനാണ് പലർക്കും ഭയങ്കര മടിയുണ്ടാവും. ഭക്ഷണം കാണുമ്പം നമ്മൾ ഈ കളറും പ്രിസർവേറ്റീവ്സും എല്ലാം ഇട്ടതൊന്നും നമ്മൾ ഈ കഴിച്ചുകൊണ്ട് നമുക്ക് ഇതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനുള്ള ഒരു മെൻ്റൽ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്നുള്ള ആഗ്രഹവും അതിനുള്ള ഒരു ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ അതിനുള്ളൊരു മാനസികമായിട്ടൊരു തീരുമാനമൊക്കെ എടുത്തു തുടങ്ങിയാലേ ഇതൊക്കെ നടക്കുള്ളൂ. പ്രത്യേകിച്ചും ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർ ഭയങ്കര ഫുഡി ആയിരിക്കും അല്ലേ, എല്ലാവരും പറയും ഫുഡി എന്നുള്ളത്. അപ്പം അവിടെയും ഒരു കൺട്രോൾ വരുത്താനുള്ള ഒരു നമ്മളെ മനസ്സാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിനെയും കൂടി അതിനകത്ത് പാകപ്പെടുത്തണം ജീവിതശൈലി കറക്റ്റ് ചെയ്യണമെങ്കിൽ. ഇപ്പോഴത്തെ ഈ ജനറൽ ട്രീറ്റ്മെന്റ് ഇപ്പൊ ഈ മരുന്ന് പെട്ടെന്നാണെങ്കിലും ഈ ബയോളജിക്കൽസ് ആണെങ്കിലും ഇമ്മ്യൂണോ സപ്രസൻസ് ആണെങ്കിലും ഈ പറഞ്ഞ ലൈറ്റിന്റെ തെറാപ്പി ആണെങ്കിലും ഒക്കെ പറയുന്നത് ഇതെല്ലാം നമ്മുടെ രോഗലക്ഷണങ്ങളെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള രീതിയിലാണെന്നാണ്. അതേസമയം ഈ രോഗത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ അത് തൊടുന്നില്ല എന്നുള്ളത് ആണ് പറയുന്നത്. അത് എത്രമാത്രം ശരിയാണ്? ഏറ്റവും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലും ജെനറ്റിക്സ്, എപ്പിജെനറ്റിക്സ്, അതിൻ്റെ കൂടെ ലൈഫ് സ്റ്റൈലുമാണ് വരുന്നത്. ജെനറ്റിക്സിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ജെനറ്റിക്സിൻ്റെ എക്സ്പ്രഷനെ കറക്റ്റ് ചെയ്യാനുള്ള എപ്പിജെനറ്റിക് ഫാക്ടേഴ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന ലൈഫ് സ്റ്റൈൽ വഴിയാണ്. അപ്പം ഈ ലൈഫ് സ്റ്റൈലിനെ കറക്റ്റ് ചെയ്യാതെ നമ്മളിപ്പോൾ സാധാരണ കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് മോഡേൺ മെഡിസിനിലാണെങ്കിൽ ഇമ്മ്യൂണോ സപ്രസൻസ് ആണ് നൽകുന്നത്. അതായത് ഇൻഫ്ലമേറ്ററി ഡിസീസാണ്, അപ്പോൾ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യാനുള്ള മരുന്നുകളാണ് നമ്മൾ നൽകുന്നത്. അപ്പം ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മളുടെ ഇമ്മ്യൂണിറ്റിയിൽ ഇൻഫ്ലമേഷന് സപ്രസ്ഡ് ആകും, ആൻറ്റി ഇൻഫ്ലമേഷന് സപ്രസ്ഡ് ആകും. അപ്പം ഈ സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്ന രണ്ടിനെയും പോയിന്റ് ബ്ലാങ്ക് ആയിട്ട് തന്നെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താ പ്രശ്നം വരുന്നത്? അത് നമുക്ക് മറ്റുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂട്ടും. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ എടുക്കുന്ന മെത്തോട്രെക്സേറ്റ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു, നമ്മുടെ സ്കിന്നിന്റെ സെൽസ് ഫാസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രോബ്ലം. ഫാസ്റ്റായിട്ട് സാധാരണ ഒരു ബേസൽ ലെവലിൽ നിന്ന് ഒരു സ്കിന്നിന്റെ സൂപ്പർഫിഷ്യൽ ലെവലിലേക്ക് വന്ന് അതിന്റെ സ്കിൻ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 30 days ആണ്, 28 to 30 days ആണ്. അത് 3-4 ദിവസം കൊണ്ട് തീർന്നു പോവുകയാണ് തന്നെ. അപ്പം നമ്മുടെ സ്കിന്നിന്റെ സെൽ ഡിവിഷൻ വെരി ഫാസ്റ്റ് ആണ്. അപ്പം നമ്മൾ ഈ മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്ന മരുന്ന് ക്യാൻസറിന് ഉപയോഗിക്കുന്ന, ക്യാൻസർ സെല്ലിന്റെ സ്പെഷ്യാലിറ്റി അതാണല്ലോ, അത് വളരെ ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ഈ ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സപ്രസ് ചെയ്യാനാണ് നമുക്ക് അതിനകത്ത് നോക്കുന്നത്. അപ്പം അവിടെ അതിന്റെ സൈഡ് ഇഫക്റ്റ് എന്താ? സ്കിന്നിലെ ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സെല്ലിനെ സപ്രസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബോഡിയിലെ തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇമ്മ്യൂൺ സെൽസ് ആണ്. ഇമ്മ്യൂൺ സെൽസ് വൈറ്റ് ബ്ലഡ് സെൽസിനെയും WBC ബ്ലഡ് സെൽസിനെ ഉണ്ടാക്കുന്ന ആ സിസ്റ്റമാണ്. അപ്പം അതെവിടെയാണ്? ബോൺ മാരോയിലാണ്. അപ്പം ബോൺ മാരോ സപ്രഷനാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സൈഡ് ഇഫക്റ്റ്. അപ്പം നമ്മളുടെ വൈറ്റ് ബ്ലഡ് സെൽസ് കുറയും. അതുപോലെ വൈറ്റ് ബ്ലഡ് സെൽസ് മാത്രമായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഹീമോഗ്ലോബിൻ, നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് കുറയും, പ്ലേറ്റ്ലെറ്റ് കുറയും. അപ്പം ഇതെല്ലാം അതാണ് ഈ ലോങ് ടൈം ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മ്യൂണോ സപ്രഷൻ വരും. അതുപോലെ നമ്മളുടെ ഈ പാൻസൈറ്റോപീനിയ അതിലേക്കൊക്കെ പോകാം. അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഈ സൈഡ് ഇഫക്റ്റ് എന്ന് നമ്മളെപ്പോഴും പറയുന്നത്. അതുകൊണ്ടാണ് പ്രഗ്നന്റ് ലേഡീസിന് മെത്തോട്രെക്സേറ്റ് ഒക്കെ പോലും എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം ഫീറ്റസ്, അതായത് എംബ്രിയോയ്ക്കകത്ത് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ബ്ലഡ് സെൽസ് എല്ലാം ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇമ്മ്യൂണോസപ്രസൻസ് എടുത്താൽ കൺജന്റൽ അബ്നോർമാലിറ്റി വരും, അബോർഷൻ വരാം, അല്ലെങ്കിൽ ഗ്രോത്ത് റിട്ടാർഡേഷൻ വരാം, കൺജന്റൽ അബ്നോർമാലിറ്റി വരാം.
അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മരുന്നുകൾ നമുക്ക് എടുക്കാം, ഒരു ഷോർട്ട് ടൈം എടുക്കുന്നതിന് കുഴപ്പമില്ല. ഷോർട്ട് ടൈം എടുത്ത് നമ്മൾ സിംറ്റംസ് കൺട്രോൾ ചെയ്യുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതശൈലി കറക്റ്റ് ചെയ്യുക. ആ ബേസ് റൂട്ട് കോസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിനാണല്ലോ ഇതിനകത്തെ പ്രോബ്ലം, അത് കറക്റ്റ് ചെയ്ത് അതിനകത്ത് നിന്ന് മാറാനും മരുന്നിൽ നിന്ന് മാറാനും മരുന്ന് പതുക്കെ കുറച്ചുകൊണ്ടൊന്ന് നിർത്താൻ നോക്കുക, അതാണ് ചെയ്യുന്നത്. ഡോക്ടറിന്റെ എക്സ്പീരിയൻസിൽ ഈ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോറിയാസിസ് പേഷ്യന്റ്, ഇങ്ങനെ വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യന്റിന് ഈ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ആ മരുന്നുകൾ നിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ഇതുവരെ വന്നിട്ടുള്ള എല്ലാ പേഷ്യൻസും സോറിയാസ് അവർ കണ്ടിന്യൂ ചെയ്ത് നിൽക്കുന്ന, ഇപ്പം ചിലരൊക്കെ എനിക്ക് ലൈഫ് ഇത് നോക്കാൻ പറ്റില്ല, ഫുഡ് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വെരി റെയർ. യൂഷ്വലി സോറിയാസിസ് പേഷ്യൻസ് പ്രത്യേകിച്ച് കൂടുതൽ സഫർ ചെയ്തിട്ടുള്ളവർ ഇതുമായിട്ട് നടക്കുന്നവർ വളരെ ഇത് നോക്കും എന്നുള്ളതാണ്, നോക്കാൻ വില്ലിങ് ആയിരിക്കും. പ്രത്യേകിച്ച് യങ് ആയിട്ടുള്ളവർ, യങ് ആയിട്ടുള്ളവരും ഓൾഡ് ആയിട്ടുള്ളവരും ആണെങ്കിലും പ്രത്യേകിച്ചും അവർ ഈ ചൊറിച്ചിലും അസ്വസ്ഥതകളും എല്ലാം അനുഭവിക്കുന്നവർ കൂടുതലായിട്ട് ചെറിയ സോറിയാറ്റിക് ലീഷൻസ് ഒക്കെ മാത്രമായിട്ടുള്ളവർ ചിലപ്പോൾ അത്രയും ലൈഫ് സ്റ്റൈലൊന്നും നോക്കാനൊന്നും അത്ര വില്ലിങ് ആകിയല്ല. പക്ഷേ സിവിയർലി അഫക്റ്റഡ് ആയിട്ടുള്ളവർ ഡെഫിനറ്റ്ലി, പിന്നെ ഈ എത്ര ഹെൽത്ത് വേണമെന്നുള്ളത് അവരവരുടെ ഒരു ആറ്റിറ്റ്യൂഡാണല്ലോ. അപ്പം ചിലർ വളരെ ചെറിയ ലീഷൻസ് ആണെങ്കിലും അവരതിനെ സീരിയസ് ആയിട്ട് എടുക്കും, അപ്പം അത് നോക്കി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരാൾ പോലും നമുക്ക് ഒരു റിസൾട്ട് കാണാതെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അത് നോക്കി നമ്മളത് ലൈഫ് സ്റ്റൈലും മോഡുലേറ്റ് ചെയ്യണം. പിന്നെ അത് നമ്മളൊരു 3 to 6 months ആണ് അവരെ ഫോളോ ചെയ്യുന്നത്. ഇനീഷ്യലി 3 months ആണ് ഏറ്റവും നമുക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാണല്ലോ. അപ്പം ആദ്യത്തെ ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത്, അതിന് ഓരോ രീതി വെച്ചിട്ടാണ് അത് മനസ്സിലാക്കി കൊടുക്കുന്നത്. അത് അവർ പഠിച്ച് അവരെ സ്വന്തം അനുഭവത്തിൽ നിന്ന് കൂടെയാണല്ലോ പഠിക്കുന്നത്. അപ്പം തെറ്റിയ ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഇതിനിടയിലും അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ ടെസ്റ്റൊക്കെ വന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവും, എന്നാലും പോയി നമ്മൾ കഴിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ മൾട്ടിപ്പിൾ നമ്മളൊരു ബുഫേ ഒക്കെ കഴിക്കുമ്പോൾ സോ മെനി ഐറ്റംസ് അല്ലേ, അതിനകത്തൊക്കെ എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാതെ വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയ ഇത് വരുമ്പം അവനവന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഞാനിത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് സ്വയം അവനവന്റെ ബോഡി എങ്ങനെ സംസാരിക്കുന്നു, നമ്മൾ വർത്താനം പറയുന്ന പോലെ നമ്മുടെ ബോഡിയിലെ ഈ സിംറ്റംസ് ഒക്കെ ബോഡിയുടെ ലാംഗ്വേജ് ആണത്. അപ്പൊ സ്കിന്നിലേക്ക് വരുന്ന ഈ അസുഖങ്ങളെല്ലാം നമ്മുടെ ബോഡിയുടെ ലാംഗ്വേജാണ്. എല്ലാ സിംറ്റംസും, പനിയാണേലും സ്കിന്നിൽ വരുന്ന ചുമപ്പാണേലും തടിപ്പാണേലും സ്കെയിലിംഗ് ആണേലും എല്ലാം നമ്മളുടെ ബോഡി നമ്മളോട് പറഞ്ഞു തരാനായിട്ട് നോക്കുവാണ്. ആക്ച്വലി ഈ ലാംഗ്വേജ് തന്നെയാണ് ഡോക്ടർമാർ പഠിച്ചെടുത്തിട്ട് അത് ഇന്ന അസുഖമാണെന്ന് കണ്ടുപിടിക്കുന്നു, അതനുസരിച്ച് ട്രീറ്റ്മെന്റ് വരുന്നു. ഇപ്പം ഈ മരുന്നുകൾ ലോങ് ടൈം എടുക്കാതെ നമുക്ക് അതിനകത്ത് മോചനം നേടണമെന്നുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കോസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലെ ഫുഡും എക്സസൈസും ഇതുമെല്ലാം നമ്മുടെ ബോഡിയുടെ കോമ്പോസിഷൻ തന്നെ, നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ നോക്കുന്നത് അറ്റ് സെല്ലുലാർ ലെവലിൽ നമ്മുടെ ബോഡിയുടെ കോമ്പോസിഷൻ, അതിന്റെ മേക്കപ്പ് തന്നെ കറക്റ്റ് ചെയ്ത് എന്താ പറയുക, നമ്മൾ സെല്ലുലാർ ലെവലിലുള്ള കറക്ഷൻസ് ആണ് ഇതിനകത്ത് വരുത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പം ഡോക്ടർ ഈ ജെനറ്റിക്സിനെ പറ്റി പറഞ്ഞല്ലോ, ജെനറ്റിക്സിന് മിക്ക അസുഖങ്ങളിലും ഒരു വലിയ റോളുണ്ടെന്ന്. അതേസമയം പൊതുവെ പേഷ്യൻസിന് അറിയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ ജെനറ്റിക്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ട് അതിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ അത് ഏതെങ്കിലും മരുന്ന് വെച്ച് നമ്മൾക്ക് അതിനെ ഇമ്പാക്റ്റ് ചെയ്യാനോ ഇൻഫ്ലുവൻസ് ചെയ്യാനോ പറ്റുമോ ഇല്ലയോ എന്നാണ്. ഇപ്പോൾ സാധാരണ ഇപ്പം ഇങ്ങനെ ജീൻ ടെസ്റ്റിംഗ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ടെസ്റ്റിംഗ് വഴി. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പൊതുവെ ഉള്ള ധാരണ അങ്ങനെ ചെയ്താൽ പിന്നെ അതിനുള്ള എന്തെങ്കിലും മെഡിക്കേഷൻ നമുക്ക് കഴിച്ചാൽ ആ പ്രോബ്ലം തന്നെ നമുക്ക് ഇല്ലാതെയാക്കാം. പക്ഷെ പറയുന്നത് വേറൊരു സൈഡാണ്. ദാറ്റ് ഈസ് ജെനറ്റിക്സ് നമ്മൾ പഠിച്ചാലും ഈ എപ്പിജെനറ്റിക്സ് ആണ് ശരിക്കും അതിലത്തെ മേജർ ഫാക്ടർ എന്നും, എപ്പിജെനറ്റിക്സിൽ മരുന്നിന്റെ റോള് വളരെ ചെറുതാണെന്നും, അതേസമയം എപ്പിജെനറ്റിക്സിൽ മരുന്നിന്റെ റോളിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ പല കാര്യങ്ങളാണ്. അതിനെപ്പറ്റി ഡോക്ടറിന് അഭിപ്രായം എന്താണ്? നമ്മളുടെ ബോഡി എല്ലാം നമ്മളുടെ ജെനറ്റിക്സ് അനുസരിച്ച് നമ്മളുടെ ഈ 46 ക്രോമസോമിനെ ബേസ് ചെയ്ത് തന്നെയാണ് വരുന്നത്. അപ്പം നമുക്കിപ്പം ഈ ക്രോമസോമും അനാലിസിസും മറ്റേ നമ്മളിപ്പം ജീനോം സ്റ്റഡി ഒക്കെ വന്നപ്പോഴേക്കും നമുക്ക് ഒത്തിരി അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. ബേസിക്കലി ഈ നമ്മളുടെ ബയോളജിക്കൽസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഈ ജെനറ്റിക് സ്റ്റഡിയുടെ അതിൻ്റെ ഒരു റിസൾട്ടിൽ നിന്നാണ് ഈ പല മെഡിസിൻസ് തന്നെ. അപ്പോൾ ആ പോയിന്റ് മനസ്സിലാക്കി അവിടെ കൊണ്ടുപോയി മരുന്ന് അപ്ലൈ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം മറ്റേ ജീൻ തെറാപ്പി, എല്ലാത്തിലും നമ്മളിപ്പം ജീൻ തെറാപ്പി വരും എല്ലാം കറക്റ്റ് ആകും എന്നൊക്കെ പറയുമല്ലോ. പക്ഷെ ജീൻ തെറാപ്പിയിലൊക്കെ ഉള്ളൊരു സോറിയാസിസിനെ സംബന്ധിച്ച് ഇതുവരെ ജീൻ തെറാപ്പി ഒന്നും വന്നിട്ടില്ല.
ഉള്ളി ഈ ബയോളജിക്കൽസിന്റെ ഡെവലപ്മെന്റും അങ്ങനത്തെ മരുന്നുകളുടെ ഡെവലപ്മെന്റ് അത് ഇഞ്ചക്ഷനായിട്ട് അത് പോയിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ജീൻ ആക്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ചില പ്രോട്ടീനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി നമ്മുടെ ഈ സ്കിന്നിൽ കാണുന്ന നമുക്ക് മൈക്രോസ്കോപ്പിനിടയിൽ തന്നെ കാണാം. ഈ നമ്മൾ ഒരു സോറിയാസിസ് സ്കിൻ മൈക്രോസ്കോപ്പി വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ കാണാൻ പറ്റുന്നുണ്ട് ഈ WBCസിന്റെ നമ്മളുടെ മാക്രോഫേജ് എന്നൊക്കെ പറയും, അതുകൊണ്ട് ഇമ്മ്യൂൺ സെൽസ് ആണ്. ഇതിന്റെ ഒരു ഇൻഫ്ലക്സ് അത് ഭയങ്കരമായിട്ട് അങ്ങ് നമ്മുടെ ഈ സ്കിന്നിലേക്ക് കയറി ചെല്ലുകയാണ് തന്നെ. എന്നിട്ട് അവർ ചില കെമിക്കൽസ് വിടും, ഇന്റർലൂക്കിൻസ്, പിന്നെ ചിലതരം കില്ലർ സെൽസ് എന്നൊക്കെ പറഞ്ഞ ലിംഫോസൈറ്റ്സിന്റെ ഒക്കെ ഉണ്ട്. അതിന്റെ നമ്മൾ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇവർ പോയി ഈ കെമിക്കൽസ് ഒക്കെ വിടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻഫ്ലമേഷൻ വരുന്നത്. അപ്പൊ അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ബയോളജിക്കൽസ് മെഡിസിൻസിലും എല്ലാം കൊടുക്കുന്നത്. പക്ഷെ ഈ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ സാധനത്തിന് നമ്മൾ കൊടുക്കുന്ന ബയോളജിക്കൽസ് ഇപ്പൊ ഇന്റർലൂക്കിൻ 6 അല്ല ഇന്റർലൂക്കിൻ അതിന്റെ ഒരു ആന്റി ഇതായിട്ടുള്ളതാണല്ലേ, അതിപ്പോ സ്കിന്നിൽ മാത്രമല്ല അതിന് ആക്ഷൻ ഉള്ളത്, നമ്മുടെ ഹോൾ ബോഡിയിൽ അതിന് ആക്ഷൻ ഉണ്ട്. ഇവിടുത്തെ ആക്ഷൻ ആയിരിക്കില്ല ബ്രെയിനിലെ ആക്ഷൻ, അതുപോലെ ഹാർട്ടിൽ അത് വേറെ രീതിയിലായിരിക്കും. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഈ സൈഡ് ഇഫക്ട്സ് വരുന്നത്. മരുന്നുകൾക്കെല്ലാം ഈ സൈഡ് ഇഫക്ട്സ് വരുന്നത് നമ്മൾ ഈ കഴിക്കുന്ന മരുന്ന് ഒരു ഇപ്പൊ സ്കിന്നിലേക്ക് ആസ്വാദനം കഴിക്കുന്ന മരുന്ന് സ്കിന്നിലേക്ക് മാത്രമല്ല പോകുന്നത്, ഹോൾ ബോഡിയിലേക്ക് പോവുകയാണ്. അപ്പൊ അതാണ് നമ്മളുടെ സൈഡ് ഇഫക്ട്സിന്റെ പല കാര്യമായിട്ട് വരുന്നത്. നമുക്ക് ഇപ്പൊ ഒരു ജനറ്റിക്കലി നമ്മൾ ഒരാൾ സോറിയാസിസിന് പ്രോൺ ആണെങ്കിൽ പോലും നമ്മളുടെ എപ്പിജനറ്റിക് ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക്. അപ്പം ആ എപ്പിജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലുമാണ്, അത് വെച്ച് തന്നെ നമുക്ക് പറ്റും. അത് മച്ച് മോർ ഈസിയർ ആണ്, അതിനൊരു സൈഡ് ഇഫക്റ്റും ഇല്ല. സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ ഉള്ള കാര്യമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുന്നതിന്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്താൽ, ഇപ്പം നമ്മൾ പട്ടിണി കിടന്നോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വരുമ്പോഴാണ് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് വരുന്നത്. നമ്മൾ ചിലരൊക്കെ പറയാറുണ്ട് പല ഇങ്ങനെ എന്താ കിറ്റോ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ്, അത് നമ്മൾ പ്രോപ്പർലി സയന്റിഫിക് ആയിട്ട് വിത്ത് സപ്പോർട്ടോടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൊന്നും പ്രോബ്ലം ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഫൈനലായിട്ട് ഒരു മെസ്സേജ് ആയിട്ട് ഒരു സോറിയാറ്റിക് പേഷ്യൻറ്റിന് ആ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ, അങ്ങനെ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുമ്പോൾ എന്തായിരിക്കും ഡോക്ടറിന് പറയാനുള്ളത്? സോറിയാസിസിന് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ, അതായത് നമ്മൾ അത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനൊരു എഫേർട്ട് എടുത്ത് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമ്മൾ അതിൻ്റെ എന്താണ് പറ്റാത്തത്, എന്താണ് പറ്റുന്ന ഫുഡ് എന്താണ്, ബോഡിയുടെ കോമ്പോസിഷൻ എന്താണ്, എക്സസ് ഫാറ്റ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കി ഒരു സിമ്പിൾ സൊല്യൂഷൻ ഇന്നത് കഴിച്ചാൽ മതി. ഇപ്പോൾ ചിലർ പറയാറുണ്ടല്ലോ ഇതൊന്ന് കഴിച്ചാൽ സോറിയാസിസ് എല്ലാം മാറും. അങ്ങനെ ഒരു സൊല്യൂഷൻ പറയാൻ, ഒരു സിമ്പിൾ സൊല്യൂഷൻ പറയാൻ, അങ്ങനെ സിമ്പിൾ സൊല്യൂഷൻ ഉള്ളതായിട്ട് എനിക്കറിയില്ല. നമ്മൾ വില്ലിങ് ആണ് നോക്കി ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കണം. വെറുതെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊരു എഫേർട്ട് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ മരുന്നുകളിൽ നിന്ന് മാറാനും പറ്റും, നമ്മളൊരു കംഫർട്ടബിൾ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറിയാൽ 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തും ആകാമെന്ന് ചോദിച്ചാൽ പറ്റില്ല. കാരണം നമുക്ക് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു പ്രത്യേക രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ പല കളറും പ്രിസർവേറ്റീവ്സും ഇട്ട ഫുഡ്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ടെസ്റ്റിൽ നമ്മൾ കാണുകയാണ് റൈസ് നമുക്ക് പറ്റാത്ത ഫുഡാണ്, റൈസ് മാറ്റാൻ തന്നെ നമ്മൾ വില്ലിങ് ആയിരിക്കണം. പക്ഷെ പലപ്പോഴും ആദ്യത്തെ ഇതെല്ലാം കഴിഞ്ഞ് സെറ്റിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇച്ചിരി തെറ്റിച്ചാലും വലിയ പ്രശ്നം വരാറില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് അതിനകത്ത് മാറാന്നുള്ള തിങ് നമുക്ക് ആ ഒരു വില്ലിങ്നെസ് ഉണ്ടാകണം, പഠിച്ചെടുക്കാൻ. നമ്മൾ എന്താണ് നമ്മളുടെ ബോഡിക്ക് വേണ്ട ജീവിതശൈലി എന്താണെന്ന് പഠിച്ചെടുക്കണം, അത് പ്രാവർത്തികമാക്കണം. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റീസണബിളി നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ജോലി ചെയ്യാനും നമ്മുടെ അപ്പിയറൻസും ഒന്നിനും ഒരു വറിയില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതാണ്. ഇവിടെ വെച്ച് നമ്മളുടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയായി. അടുത്ത എപ്പിസോഡ്, 3-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ സോറിയാസിസിന്റെ കൂടെ ഒരുമിച്ച് വരുന്ന വേറെ പല അസുഖങ്ങളും ഉണ്ട്. ആ അസുഖങ്ങളെ പറ്റിയും നമ്മൾ കാണുന്നതായിരിക്കും. കൂടാതെ ജീവിതശൈലിക്ക് എങ്ങനെയാണ് സോറിയാസിസിനെ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും അത് ഓവർകം ചെയ്യാനുമായിട്ട് സഹായിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതായിരിക്കും. നന്ദി, നമസ്കാരം. രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക.